വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി ആരംഭിച്ച സ്ഥലം പള്ളിവാസൽ. ഒരുപക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി പേർക്ക് അറിയുന്നുണ്ടാവില്ല. എന്നാൽ ഈ ഒരു ഒറ്റ ഫ്രെയിം കാണുമ്പോൾ മനസ്സിലാവും പള്ളിവാസൽ എന്താണെന്നും ഇതെവിടെയാണെന്നും. ഏറ്റവും കൂടുതൽ ഫോട്ടോകളിലൂടെ വൈറലായി മാറിയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണിത്. ഈ കാണുന്ന ഓരോ പൈപ്പുകൾക്കും ഒരു 85 കൊല്ലത്തെ കഥ പറയാനുണ്ട്. 1940-ലാണ് തിരുവിതാംകൂർ രാജകുടുംബം പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതി ഔദ്യോഗികമായി പൂർത്തീകരിച്ചത്. എന്നാൽ അതിന് പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ തേയിലത്തോട്ടങ്ങളുടെ ഉടമകളായിരുന്ന ബ്രിട്ടീഷുകാർ അവരുടെ ഫാക്ടറികൾ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള വൈദ്യുതിക്ക് വേണ്ടി പള്ളിവാസലിൽ ചെറിയ രീതിയിൽ ഒരു വൈദ്യുതി നിലയം വികസിപ്പിച്ചെടുത്തിരുന്നു. 1933 തിരുവിതാംകൂറിന് ദവാനായിരുന്ന സർ CP മൂന്നാർ സന്ദർശിക്കുകയും ഈ വൈദ്യുതി നിലയം കാണാൻ ഇടയാവുകയും ചെയ്യുന്നു. അതേ തുടർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മാട്ടുപ്പെട്ടി ഡാമും കുണ്ടല ഡാമും ഹെഡ് വർക്ക്സ് ഡാമും എല്ലാം നമ്മൾ ഈ കാണുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഓരോ ഭാഗങ്ങളാണ്. ഇനിയും ഒരുപാട് കഥകൾ പള്ളിവാസൽ ജലവൈദ്യുതിയെ പറ്റി പറയാനുണ്ട്.